നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ ഈജിപ്തിനെതിരെ അർജന്റീന വല്ലാത്തൊരു തിരിച്ചുവരവാണ് നടത്തിയത്. പക്ഷെ അതോടുകൂടി ഒരു ചരിത്രം കൂടി അവർ തിരുത്തി കുറിച്ചിട്ടുണ്ട്. ഇന്ന് വരെ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ അവർക്ക് കഴിയാതിരുന്ന ഒരു കാര്യം ലിയോ മെസ്സിയും സംഘവും സാധിച്ചെടുത്തിരിക്കുന്നു. അതായത് ഹാഫ് ടൈം സമയത്ത് പുറകിൽ നിന്നിട്ട് അർജന്റീന ഇന്നേ വരെ വേൾഡ് കപ്പിൽ ഒരു കളിയും ജയിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു നെഗറ്റീവ് റെക്കോർഡാണ് ഇവിടെ ഇപ്പം മാറ്റി മറിച്ചിരിക്കുന്നത്. ഹാഫ് ടൈം സമയത്ത് അർജന്റീന ഒരു ഗോളിന് പുറകിലായിരുന്നു. ഇബ്രാഹിം 15-ാമത്തെ മിനിറ്റിൽ നേടിയ ഗോളിന് അവർ പുറകില. രണ്ടാം പകുതിയിൽ 67-ാമത്തെ മിനിറ്റിൽ വീണ്ടും സിക്കോ ഗോളടിച്ചു. പക്ഷെ പിന്നീട് ക്യൂട്ടോ റൊമേറോയും മെസ്സിയും എൻസോ ഫെർണാണ്ടസും 79 മിനിറ്റുകൾക്ക് ശേഷം കയറി മേഞ്ഞപ്പോൾ അർജന്റീന വിജയിക്കുകയായിരുന്നു. അപ്പോൾ ഹാഫ് ടൈമിന് സമയത്ത് പുറകിൽ നിന്നിട്ട് ജയിച്ചിട്ടില്ല എന്നുള്ളൊരു ലൂസിങ് സ്ട്രീക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതിനു മുമ്പ് 10 മത്സരങ്ങൾ ഹാഫ് ടൈമിന് മുമ്പ് പുറകിൽ പോയത് അവർ വിജയിക്കാതെ കടന്നുപോയിട്ട് അതിൽ 9 തോറ്റു, 1 സമനിലയായി. എന്ന് പറഞ്ഞാൽ ആ സമനിലയായ കളി 1990 ഇറ്റാലിയ വേൾഡ് കപ്പിലാണ്. അത് പിന്നീട് അവർ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് മുന്നോട്ടേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പം അതാണ് പുറകിൽ പോയിട്ട് ജയിക്കാതിരുന്ന ഒരു കളി, അത് സമനിലയാകുകയാണ് അന്ന് ചെയ്തത്. ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള കണക്കുകൾ എന്ത് നമ്മൾ എടുത്ത് നോക്കിയാലും കാണാൻ പറ്റും. ഹാഫ് ടൈമിന് പുറകിൽ പോയാൽ അർജന്റീന തോൽക്കും. ഇന്നലെ അതാ സംഭവിച്ചിരുന്നത്. പക്ഷെ തിരികെ വന്നു. ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഹാഫ് ടൈമിൽ പുറകിൽ പോയ ഒരു കളി അത് 2010 സൗത്ത് ആഫ്രിക്ക വേൾഡ് കപ്പിലാണ്. അന്ന് മറഡോണയാണ് അവരുടെ കോച്ചായിട്ടുണ്ടായിരുന്നത്. ഹാഫ് ടൈം സമയത്ത് അവർ പുറകിലായിരുന്നു. പിന്നീട് ആ കളി 4-0 ജർമ്മനി വിജയിച്ച് കയറുകയായിരുന്നു. ജർമ്മനിക്കെതിരെയുള്ള ഒരു കളിയായിരുന്നു അത്. ഇങ്ങനെയുള്ള ഒരു തോൽവി ഹാഫ് ടൈമിൽ പുറകിൽ നിന്നാൽ പിന്നെ തോൽക്കുക, ജയിക്കാൻ പറ്റാതാവുക എന്നുള്ള 1958 വേൾഡ് കപ്പ് മുതൽ അവരോടൊപ്പമുള്ളതാണ്. ചെക്കോസ്ലാവേക്കിക്കെതിരെ 6-1 അവർ പരാജയപ്പെടുന്നു. അത് ആ ടൂർണമെൻറ്റിൽ ആദ്യം ഹാഫ് ടൈം സമയത്ത് പുറകിൽ നിന്നാണ്, അന്ന് തോറ്റു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് അവർക്ക് ഹാഫ് ടൈമിന് പുറകിൽ നിന്നാൽ വിജയമുണ്ടായിരുന്നില്ല. ആ ലോസിംഗ് സ്ട്രീക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു. അത് മാറ്റാൻ സാക്ഷാൽ ലിയോ മെസ്സിയും സംഘവും തന്നെ വേണ്ടി വന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.